പാവമാണ്. എന്നാൽ എല്ലാവരും അവസാനിച്ചു എന്ന് വിധി എഴുതിയെടുത്ത് നിന്നാണ് അവരുടെ കൊലവിളിയും ആരംഭിച്ചത്. അയോധ്യ കലകളിൽ പ്രാവീണ്യം നേടിയവരെ വരെ മറികടക്കുന്ന ധൈര്യവുമായി അയോധ്യ വെപ്പൺസ് അവർ ലോഡ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഈ വൈരാഗ്യത്തിന്റെ കൊലവിളി 27-ാം തീയതിയിലേക്ക് എത്തിച്ചേരുന്നു. അവനെ കാണാനായി ജീവൻ പങ്കിട്ട കൂട്ടുകാരും അവന്റെ യാതനകളിലും സ്നേഹം മാത്രം നുകർന്ന ടീച്ചർമാരും ഒരു നോക്കിനായി അലമുറയിടുന്ന ദിവസം. നാടെങ്ങും അവന്റെ വിയോഗത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്ന പേമാരിയെ പോലെ വിതുമ്പി വിതുമ്പി കരയുന്നു. ഷഹബാസിനെ നേരിൽ കാണുക പോലും ചെയ്യാത്ത കോടിക്കണക്കിന് ജനങ്ങൾ അവനു വേണ്ടി ശബ്ദമുയർത്താൻ ആരംഭിച്ചു. അന്നൊരു ശനിയാഴ്ച ദിവസം താമരശ്ശേരിയിലെ ഒരു ചെറിയ വാടക വീടിന്റെ ഉമ്മറത്തിലിരുന്ന് കരയുന്ന ഷഹബാസിന്റെ മാതാപിതാക്കൾ. ചോരക്കണ്ണീരിൽ കുതിർന്ന ഷഹബാസിന്റെ മാതാവിന്റെ പൊട്ടുന്ന ശബ്ദം ആ നാട്ടിനെ എങ്ങും കണ്ണീരിൽ കുതിർക്കുന്നു. മോനെ, നിന്റെ കളികളും ചിരികളും ഇനിയില്ലേ? നീ ഞങ്ങളെ തനിച്ചാക്കി പോവുകയാണോ? ഏറെക്കാലത്തെ യാതനകൾ കണ്ണീരിനാൽ നടന്നു നീങ്ങി കുടുംബത്തിനായി കഷ്ടപ്പെട്ട പിതാവ് ഇഖ്ബാലിനെ സ്വന്തമെന്ന് പറയാൻ കുടുംബത്തിനപ്പുറം ഒരു വീട് പോലും വെക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും കിട്ടുന്നത് ചെറുതാണെങ്കിലും അവർ അതിൽ സന്തോഷം കണ്ടെത്തി ജീവിച്ചു പോന്നു. നാളത്രയും ജീവിതം ജീവിച്ചു തീർക്കാൻ തന്നെ പ്രേരണയായിരുന്ന ആ കുടുംബമായിരുന്നു ഇഖ്ബാലിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആ കുടുംബത്തിന്റെ ജീവിതത്തിൽ തന്നെ ഏറെ പ്രതീക്ഷകളും തന്റെ പൊന്നുമോനായ ഷഹബാസിനെയായിരുന്നു. പൊട്ടിയ നെഞ്ചോടെ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ ഒരു ദിവസം കൊണ്ട് അസ്തമിച്ച ആ പിതാവ് വേദനയോടെ, എൻ്റെ മോനെ, നിന്റെ സ്വപ്നങ്ങൾ ബാക്കിയാണോ നീ പോയത്? നിന്റെ ചിരിയും കളികളും ഇനിയില്ലേ? ഷഹബാസിന്റെ ഓർമ്മകൾ മിന്നിമായുന്നു. സ്കൂളിൽ കൂട്ടുകാരുമായി ചിരിച്ച് കളിക്കുന്നതും വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നതും ഓർമ്മകളിൽ തെളിയുന്നു. തോളോട് തോൾ ചേർന്ന് നടന്ന അവന്റെ കൂട്ടുകാർ നിറ കണ്ണുകളോടെ, ഷഹബാസേ, നീ ഇല്ലാതെ സ്കൂളിൽ ഞങ്ങൾ എങ്ങനെ ഇരിക്കും? നിന്റെ തമാശകളും കളികളും ഒരുപാട് മിസ് ചെയ്യും. നിന്റെ ആ പുഞ്ചിരി വറ്റാത്ത മുഖം ഇനി ഞങ്ങൾ എങ്ങനെ കാണും ഷഹബാസേ? സങ്കടം വറ്റാത്ത അധ്യാപകരും അവനെക്കുറിച്ച് നല്ലതും മാത്രം അരുളിക്കൊണ്ടിരുന്നു. ഷഹബാസ് നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. അവന് നല്ലൊരു ഭാവിയുണ്ടായിരുന്നു. അവനെ നഷ്ടപ്പെട്ടത് വലിയൊരു ദുഃഖമാണ്. താമരശ്ശേരിയിലെ ആ ശനിയാഴ്ച ദിവസത്തിലെ സൂര്യനെത്തിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾക്ക് പുറകെ അവന്റെ കുടുംബത്തെയും കൂട്ടുകാരെയും ഒരുമിച്ച് സ്നേഹത്തിന്റെ മധുരം പകർന്ന അവൻ ഇന്ന് വെള്ള പുതച്ച് കിടക്കുന്നു. ദിവസവും അവന്റെ സ്നേഹമലിഞ്ഞ പുഞ്ചിരി ഏറ്റുവാങ്ങുന്ന അവർക്ക് ഇന്നവൻ അത് നൽകുന്നില്ല. അവനെ കാണാനായി ജീവൻ പങ്കിട്ട കൂട്ടുകാരും അവന്റെ യാതനകളിലും സ്നേഹം മാത്രം നുകർന്ന ടീച്ചർമാരും ഒരു നോക്കിനായി അലമുറയിട്ട് കരയുന്നു. നാടെങ്ങും അവന്റെ വിയോഗത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്ന പേമാരിയെ പോലെ വിതുമ്പി വിതുമ്പി കരയുന്നു. ഷഹബാസിനെ നേരിൽ പോലും കാണാത്ത കോടിക്കണക്കിന് ജനങ്ങൾ അവനു വേണ്ടി ശബ്ദമുയർത്താൻ ആരംഭിച്ച ആ ദിവസം. വർഷം 2009. കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ നേടാനായി ഓടുകയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇഖ്ബാൽ. ജനനം മുതൽ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടാനായി ഇഖ്ബാൽ പല വഴികളും അന്വേഷിച്ചു. പ്രവാസ ലോകവും പെയിന്റിങ്ങും, അങ്ങനെ പല പല കൈത്തൊഴിലുകളും. ജീവിതം കൂടുതൽ കാഠിന്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾക്ക് ആ സന്തോഷ വാർത്ത ലഭിക്കുന്നത്. തനിക്കൊരു ആൺകുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ഭാര്യയായിട്ടുള്ള റംസീനയുടെ വാക്ക് അയാളുടെ ജീവിതം തന്നെ മാറ്റിക്കളഞ്ഞു. സ്വപ്നം അവസാനിച്ച അയാളുടെ മനസ്സിൽ പുതിയ സ്വപ്നങ്ങൾക്ക് തളിരുകൾ ഇട്ടു തുടങ്ങി. പല പുച്ഛഭാവങ്ങളും ദരിദ്രത്തിന്റെ കൊടുമുടിയിൽ നിന്നും കരകയറാൻ കഴിയാത്ത ഒരു ശാപവസ്തുവാണ് താനെന്നതുപോലും മറികടന്നുകൊണ്ട് ആ ജീവിതത്തിന് തല ഉയർത്തി തന്നെ പറയാൻ ഒരാൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. സ്വപ്നം മുഴുവനും ആ കുഞ്ഞിലായിരുന്നു.
പൊന്നുപോലെ നോക്കി വളർത്തി താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമെല്ലാം അവൻ്റെ പഠിത്തത്തിനും കുടുംബത്തിനുമായി അദ്ദേഹം ചെലവഴിച്ചു. കാരണം അദ്ദേഹം സ്വപ്നം കണ്ട ജീവിതത്തിനുള്ള ഏക മാർഗവും അതുതന്നെയായിരുന്നു. കാലങ്ങൾ വീണ്ടും മുന്നോട്ടു പോയി. കഷ്ടപ്പാടിനൊരു കുറവുകളും അവിടെ ഉണ്ടായില്ല. വീട് വിൽക്കേണ്ടവരെ അവസ്ഥയിൽ അദ്ദേഹം മുട്ടുകുത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ പൊന്നുമോന് പുഞ്ചിരി മാത്രം അദ്ദേഹം സമ്മാനിക്കാൻ പഠിച്ചു. അച്ഛൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ വേദന ആ കുഞ്ഞുമോൻ്റെ മനസ്സിനെ ആയത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ആ കുഞ്ഞുമോൻ തൻ്റെ അച്ഛനു വേണ്ടി എന്തെങ്കിലും മുതൽക്കൂട്ടാവാൻ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ മുട്ടുകുത്താതെ പഠനത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജീവിതത്തിലെ പല പ്രതിസന്ധികളും അവനോടും അവൻ്റെ കുടുംബത്തോടും പൊരുതിയെങ്കിലും അവിടെ അവർ മുട്ടുകുത്താതെ പ്രതിസന്ധികളെയെല്ലാം മറികടന്നു. ഒടുവിൽ അവർ വാടക വീട്ടിലേക്ക് വരെ എത്തിച്ചേർന്നു. പണിയെടുത്തുണ്ടാക്കുന്ന പണമെല്ലാം വാടക വീടിന്റെ വാടക കൊടുക്കാനും മക്കളുടെ പഠനത്തിനുമായി ആ പിതാവ് ചിലവഴിച്ചു. ഒരായുഷ്കാലത്തിന്റെ പകുതിയിലേറെയും ആ പിതാവ് കുടുംബത്തിന് വേണ്ടി മാത്രം ചിലവഴിച്ചു. എന്നാൽ നേട്ടങ്ങളെല്ലാം ആ കുടുംബത്തിൽ തന്നെ ബാക്കിയായി. കാലചക്രത്തിന്റെ വേഗതയിൽ ദരിദ്രത്തിലൂടെ മുങ്ങിപ്പൊന്തിയെങ്കിലും ആ കുടുംബം കണ്ണടച്ച് തുറക്കും മുമ്പേ ആ പൊന്നുമോനും 10ാം ക്ലാസ്സിലെത്തിയിരുന്നു. ആ പിതാവിന്റെ വീഴ്ചയിൽ താങ്ങി നിർത്താനായി ആ പൊന്നുമോന് ഒരു തണൽ മരമായി അവന്റെ ജീവിതം തന്നെ ആ കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കാൻ തുടങ്ങി. ഇത്രയും കഷ്ടപ്പാടുകളിലൂടെ നീന്തി വന്ന ആ ചെറുപ്പക്കാരൻ അത്രയും സൽസ്വഭാവിയായിരുന്നു. പിതാവിന്റെ യാതനകളിലൂടെ പഠിച്ച ആ സ്വഭാവത്തിൽ അഹങ്കാരമോ വൈരാഗ്യമോ അലിഞ്ഞു ചേർന്നിട്ടില്ലായിരുന്നത്രേ. ശത്രുവിനെ പോലും പുഞ്ചിരിയല്ലാതെ മറ്റൊന്നും സമ്മാനിക്കാൻ അറിയാത്ത അവനെ ആരും തന്നെ ഒരു ശത്രുവായി കണ്ടിട്ടില്ലായിരുന്നു. അവനെ സ്നേഹിക്കാൻ മാത്രമേ ആ പിതാവ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവന്റെ ജീവൻ അവന്റെ കൂട്ടുകാരും കുടുംബക്കാരുമായിരുന്നു. കളങ്കമില്ലാത്ത സ്നേഹം മാത്രം പഠിച്ച അവൻ തന്റെ സുഹൃത്തിന് ഒരു വേദന ലഭിച്ചാൽ പോലും അവനത് സഹിക്കുമായിരുന്നില്ല. കളങ്കമില്ലാത്ത സ്നേഹം നൽകിയതിന്റെ സമ്മാനമായിരുന്നു അവന്റെ മരണം. അതെ, അവന്റെ പേരാണ് മുഹമ്മദ് ഷഹബാസ്. ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിന്റെ ആയങ്ങളിൽ ഒരു മുറിവ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ മരണവാർത്തയിൽ നിന്നായിരിക്കും. ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാസ് ഇപ്പോൾ അവന് 16 വയസ്സാണ്. ഇപ്പോഴും പ്രായപൂർത്തിയാവാത്ത ഒരു ചെറിയ കുഞ്ഞാണവൻ. 2025 പുതുവത്സരം സന്തോഷത്തോടെ സ്വീകരിച്ച് ആഘോഷിക്കുമ്പോൾ 2025 അവന് വേണ്ടി മാത്രം കാത്തുവെച്ച ഒരു കൊടും ക്രൂരതയുണ്ടായിരുന്നു. കാലമിത്ര സ്കൂളിലേക്ക് നടന്നു താണ്ടിയിട്ടുണ്ടെങ്കിലും ഒരനാവശ്യ കേസുകളിലും ഷഹബാസിന്റെ തല കാണുമായിരുന്നില്ല. ദിവസങ്ങൾ ആ ക്രൂരതയിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ക്ലോക്കിലെ സൂചിയും കലണ്ടറിലെ ദിവസങ്ങളും ഷഹബാസിന്റെ സന്തോഷ ദിനങ്ങളിലൂടെ ചാടി നീങ്ങുമ്പോൾ ചുമലിൽ കിടക്കുന്ന കുടുംബത്തിനായി അവൻ അപ്പോഴും പഠനത്തിൽ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഫെബ്രുവരി മാസത്തിലെ അവസാനത്തിലേക്ക് അടുക്കുന്തോറും അവന്റെ ആയുസിന്റെ കണക്ക് സൂചി നിശ്ചലമായി കൊണ്ടിരിക്കുന്നു. അപകടം പതിയിരിക്കുമ്പോഴും ആ കൊച്ചു വീട്ടിൽ അവർ സന്തോഷത്തോടെ അന്ന് രാത്രി അന്തിയുറങ്ങി. ദിവസം ഫെബ്രുവരി 27-ാം തീയതി സൂര്യനുദിക്കുന്നു. ഉമ്മ ഭക്ഷണമുണ്ടാക്കുന്ന തിരക്കിലും ഉപ്പ ജോലിക്കായി പുറപ്പെടാൻ നിൽക്കുകയുമായിരുന്നു. ഉമ്മ, ഞാനൊന്ന് പുറത്തു പോയി വരാം, ശ്രദ്ധിച്ചു പോണേ മോനെ. അങ്ങനെ ഷഹബാസ് വീട്ടിൽ നിന്നും അവനെ കാത്തുവെച്ച ക്രൂരതയിലേക്ക് തല ചേർക്കാൻ ഇറങ്ങിയ ദിവസം കൂടെ ഒരു കൂട്ടുകാരനുമുണ്ടായിരുന്നു. അന്ന് അവരുടെ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിയായിരുന്നു. അവൻ പഠിക്കുന്നത് എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവൻ ട്യൂഷനിൽ പഠിക്കുന്നില്ലെങ്കിലും അവന്റെ കൂട്ടുകാരുടെ എല്ലാം പരിപാടികൾ കാണാനായി അവൻ ട്യൂഷൻ സെന്ററിൽ എത്തിച്ചേർന്നു. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു നിമിഷം അവിടെയെങ്കും ശാന്തത പരന്നുകൊണ്ട് പ്രോഗ്രാമിന്റെ പാട്ട് നിശ്ചലമായി. അവിടെ വെച്ചാണ് ആ സംഘർഷത്തിന്റെ ഉറവിടം പൊട്ടിപ്പുറപ്പെടുന്നത്.
തൻ്റെ കൂട്ടുകാരെ ജീവനായിട്ട് സ്നേഹിക്കുന്ന ഷഹബാസ് അവരെ ഒന്ന് കൂവി വിളിക്കുന്നത് പോലും അവനിഷ്ടമല്ലായിരുന്നു. പക്ഷേ കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് തന്നെ ആ പരിപാടിയെല്ലാം മറ്റൊരു രീതിയിലേക്ക് മാറി. അതിന്റെ കാരണം താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂവി വിളിച്ചത് തന്നെ. ട്യൂഷൻ സെന്ററിൽ നിന്നും തുടങ്ങിയ അടി പുറത്തും റോട്ടിലും വിദ്യാർത്ഥികൾക്ക് ഹരം കൂടി. കൊലവിളിയുടെ കാഹളം മുഴങ്ങുമ്പോൾ ട്യൂഷൻ സെന്ററിലെ ടീച്ചർമാരുടെ നെഞ്ചിൽ വെടിപൊട്ടുന്നുണ്ടായിരുന്നു. ട്യൂഷൻ സെന്ററിലെ അധ്യാപകർക്ക് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നതോടെ അവിടെ വെച്ച് പരിപാടി അവസാനിപ്പിച്ചു. അധ്യാപകർ വിദ്യാർത്ഥികളുടെ എല്ലാം വീട്ടിലേക്ക് കാര്യം വിളിച്ചു പറഞ്ഞു. ആശ്വസിക്കും വിധം അടിയും ബഹളവുമെല്ലാം അവസാനിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോയി. എന്നാൽ എല്ലാവരും അവസാനിച്ചു എന്ന് വിധി എഴുതിയെടുത്ത് നിന്നാണ് അവരുടെ കൊലവിളി ആരംഭിച്ചത്. പക്ഷേ അതാർക്കും മനസ്സിലാകും വിധമല്ലായിരുന്നു. വീട്ടിലെത്തിയ വിദ്യാർത്ഥികൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. പ്രതികാരത്തിന്റെ മൂർച്ചയിൽ മനുഷ്യരാശിയെ തന്നെ വിറപ്പിക്കുന്ന പദ്ധതികളും പ്രതികാരങ്ങളും അവർ ഗ്രൂപ്പുകളിൽ ഉരച്ചുവിട്ടു. നിയമങ്ങളുടെ സാധുത മനസ്സിലാക്കിയ ആ 10ാം ക്ലാസ്സുകാർ കൊടും ക്രിമിനലുകളിലേക്ക് കാലെടുത്ത് വെക്കാൻ ഇവിടുത്തെ കഴിഞ്ഞ നീതിന്യായങ്ങളിൽ നിന്നും ഗവൺമെന്റിന്റെ ദുർബല നിയമങ്ങളിൽ നിന്നും അവർക്കൊരു മോട്ടിവേഷനായി മാറി. അയോധ്യന കലകളിലെ പ്രാവീണ്യം നേടിയവരെ വരെ മറികടക്കുന്ന ധൈര്യവുമായി അയോധ്യന ആയുധങ്ങൾ അവർ സംഘടിപ്പിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഈ വൈരാഗ്യത്തിന്റെ കൊലവിളി 27-ാം തീയതിയിലേക്ക് എത്തിച്ചേരുന്നു. സംഘടിപ്പിച്ചു വെച്ച നെഞ്ചക് പോലുള്ള മാരക വെപ്പൺസ് അവർ വാഹനങ്ങളിൽ ലോഡ് ചെയ്യാൻ ആരംഭിച്ചു. അവർ താമരശ്ശേരിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് എത്തിച്ചേരാനായി വെല്ലുവിളി ആടി ഉലയിച്ചു. ഒരു സിനിമയിലെ വയലൻസ് സീനിനെ പോലും ഭയക്കുന്ന തലമുറയിൽ നിന്നും ജീവിതം കൊണ്ട് തന്നെ ഒരു ക്രൂരത പടച്ചുവിടുന്ന തലമുറ ഈ ലോകത്ത് തന്നെ ഭയത്തെ കൊണ്ട് നിറച്ചിരിക്കുന്നു. അങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ഷഹബാസും അവന്റെ കൂട്ടുകാരും എത്തിച്ചേരുകയാണ്. ഗ്രൂപ്പിൽ നിന്ന് ഉന്നം വെച്ചതിൽ ഒരു ഇഞ്ച് തെറ്റാതെ തന്നെ കണ്ണിന്റെ കൃഷ്ണമണി കലക്കിക്കൊണ്ട് അവന്റെ ഉറ്റ സുഹൃത്തിന്റെ കൈകൾ ഷഹബാസിന്റെ കണ്ണിലേക്ക് ആയിന്നിറങ്ങി. പൊട്ടിക്കലങ്ങിയ കണ്ണുകളുമായി അവന്റെ ബോധം തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. വേദന കൊണ്ട് പൊളയുന്ന ഷഹബാസിനെ അവന്റെ സഹപാഠി കൂടിയായ ഉറ്റ സുഹൃത്ത് ചേർന്ന് ഗ്രൂപ്പിലെ കൊല്ലുമെന്ന വാദത്തിന് സാക്ഷ്യം കുറിക്കാനായി അയോധ്യന കലയിലെ വീരനെ തന്നെ അവർ പുറത്തെടുത്തു. ഷഹബാസിന്റെ തലയിലും കണ്ണിലും മുഖത്തും ഒരു സഹതാപത്തിനും വിട്ടുകൊടുക്കാതെ അവർ ആഞ്ഞടിക്കുന്നു. ഉന്നം വെച്ച ശക്തമായ ആക്രമണത്തിന്റെ ആഘാതത്തിൽ ഷഹബാസിന്റെ തലച്ചോറിന് 70% കൂടുതൽ പരിക്കുകൾ പറ്റി. അവനെ കാത്തുവെച്ച ഈ കൊടും ക്രൂരതയുടെ കെണി അവന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം തലച്ചോറിന്റെ ബുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഡാ, എനിക്കെന്താണ് സംഭവിക്കണേ? എൻ്റെ തല വല്ലാണ്ട് പെരിക്കണുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അവന് മനസ്സിലാവുന്നില്ല. മങ്ങിയ ബുദ്ധിയിൽ അവനെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ മുഖം അവന്റെ തലച്ചോറിലൂടെ അവസാനമായി മിന്നിമായുന്നു. ഉമ്മ. പക്ഷേ അവന് ഉമ്മ എന്ന് പോലും വിളിക്കാനുള്ള ശേഷിയില്ലായിരുന്നു. അവനെ അവന്റെ സുഹൃത്ത് തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നടാ, ആകെ തല കറങ്ങുന്നു, പിടുത്തം വിടുന്നുണ്ട്. വീട്ടിലെത്തുന്ന പല സമയവും അവൻ ഛർദ്ദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ ഷഹബാസ് വീട്ടിലാകെ തളർന്നു കിടന്നു. ക്ഷീണം മൂലം കിടക്കുകയാണെന്ന് കരുതിയ മാതാവ് ആദ്യമൊന്നും കാര്യമാക്കിയെടുത്തില്ല. പിന്നീട് മാതാവിന് ഭയം നിറഞ്ഞു വരുന്നു. ഷഹബാസ് തുടരെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. അവനോട് ചോദിച്ചിട്ട് ഒന്നും വ്യക്തമായി പറയാൻ അവന് സാധിക്കുന്നില്ല. അവന്റെ ബോധം മെല്ലെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ ഷഹബാസിന്റെ ഓരോ മാറ്റങ്ങളും ഭയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മോനെ, ഡാ ഒന്ന് കണ്ണു തുറക്കടാ. കരഞ്ഞു പറഞ്ഞിട്ടും ഷഹബാസ് ഒന്നും തന്നെ തിരിച്ചു പറയുന്നില്ല. ഷഹബാസിന് ഒരോർമ്മയും തന്നെയില്ല. ഇടികിട്ടിയതിന്റെ ആഘാതം മൂലം ഒരു കണ്ണ് പൂർണ്ണമായും നശിച്ചു പോയിരിക്കുന്നു. താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയ ഷഹബാസിനെ അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടോടി. അവനെ ഇല്ലാണ്ടാക്കിയ പ്രതികൾ പല കെട്ടുകഥകളും ചമയാൻ ആരംഭിച്ചു. അവന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അവനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് പല മെസ്സേജുകളും അവർ അയച്ചു തുടങ്ങി. ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട് എൻ്റെ സീൻ്റെതാ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ? ഇന്ന് എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷഹബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല.
പക്ഷേ നാടേറ്റെടുക്കാൻ തയ്യാറായില്ല. ചലിക്കുന്ന ആംബുലൻസിന്റെ ചക്രത്തിനാൽ വേഗതയിൽ നാടാകെ ഷഹബാസിന്റെ വിയോഗം പരന്നു തുടങ്ങി. മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിലേക്ക് സ്ട്രക്ചർ ഓടുമ്പോൾ ഒരു നാടാകെ ഇളകി മറിഞ്ഞിരിക്കുന്നു. ജാതിമത ഭേദമന്യേ ഒരു കുഞ്ഞിന്റെ ജീവനായി പല ദൈവങ്ങൾക്ക് മുമ്പിലും നാട് മുഴുവനും മുട്ടുകുത്തി പ്രാർത്ഥനയിൽ മുഴുകുന്ന നിമിഷം. പെയ്തു തോരാത്ത മഴയെപ്പോലെ കണ്ണീരിൽ കുതിർന്ന കണ്ണുകളുമായി ഷഹബാസിനെ അറിയുക പോലുമില്ലാത്ത ലക്ഷക്കണക്കിന് കൂട്ടുകാർ അവനു വേണ്ടി കാത്തിരിക്കുന്നു. ഏറെ സങ്കീർണമായ ആ സമയത്ത് പാതി ജീവനറ്റ് 2 ജന്മങ്ങൾ അവന് വേണ്ടി തളർന്നു കിടക്കുന്നു. അവൻ പൊന്നുപോലെ സ്നേഹിക്കുന്ന അവന്റെ ഉമ്മയോട് പോലും അവന്റെ വേദന പറയാനാകാതെ 1-ാം തീയതി പുലർച്ചെ 1 മണിക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞ് പുഞ്ചിരി വറ്റാത്ത മുഖത്തോടെ തന്നെ അവൻ എന്നേക്കുമായി ഈ ദുഷിച്ച ഭൂമി വിട്ടുപോയി. അവന്റെ പിതാവ് അവനെ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചു. അവന്റെ യാത്രയിൽ കോടിക്കണക്കിന് ജനങ്ങൾ അവന് വേണ്ടി കണ്ണീരൊഴുക്കി. അവന്റെ മരണം താമരശ്ശേരിയെ തന്നെ പ്രകമ്പനം കൊള്ളിച്ചു. പാവമായിരുന്നവൻ അറുത്ത് കളഞ്ഞില്ലേ അവന്റെ ജീവിതം. മാർച്ച് 3-ാം തീയതി അലമാര തുറക്കുമ്പോൾ മാധവ് കാണുന്നത് അവന്റെ ഹാൾ ടിക്കറ്റായിരുന്നു. ഉമ്മ, ഇതെടുത്ത് വെക്കിട്ടോ, പരീക്ഷയുടെ ഹാൾ ടിക്കറ്റാണ്, അന്ന് പോകുമ്പോ കാണൂല. ഓന്റെ സ്നേഹം അലിഞ്ഞിരുന്ന ആ വാക്കുകൾ ആ ഉമ്മയുടെ മനസ്സിനെ തളർത്തിക്കളഞ്ഞു. അവന്റെ പരീക്ഷാ സീറ്റ് മാത്രം ഒഴിഞ്ഞു കിടക്കുന്നത് ആ സ്കൂളിന്റെ തന്നെ നെഞ്ചു പൊട്ടിച്ചു. ആ പരീക്ഷാ ഹാളിൽ കണ്ണീരൊഴുക്കാതെ ഒരു കുട്ടിയും ഇന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു സ്കൂളിനെയും അതിലുപരി ഒരു ജനതയെ തന്നെ കണ്ണീരിനാൽ എഴുതിയ ചരിത്ര താളിലേക്ക് ആ പൊന്നുമോൻ എന്നേക്കുമായി മായ്ക്കപ്പെട്ടു. ഷഹബാസിന്റെ പിതാവിന്റെ സ്വപ്നങ്ങൾക്ക് ഒരു ദിവസം തളിരു പൂത്തു. എന്നാൽ അതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് പിച്ചിക്കളഞ്ഞിട്ടും മകന്റെ വിയോഗത്തിൽ ആ പിതാവിനൊരാഗ്രഹം മാത്രമുണ്ടായിരുന്നു. തന്റെ മോനെ പട്ടിയെപ്പോലെ അടിച്ചു കൊന്നവരുടെ പരീക്ഷയെങ്കിലും ഒന്ന് ഒഴിവാക്കണമെന്നായിരുന്നു അത്. എന്നാൽ ആ പിതാവിന് നീതി ലഭിച്ചില്ല. െറിയുള്ളൊരു നേതാവുണ്ട്, കനിവുള്ളൊരു കരളതുമുണ്ട്, അഴലകലാൻ കരളു കൊടുത്തേ വെയിലിൻ കൊള്ളി. മലനാടതു മിന്നി മിനുങ്ങി മലയാളം പെരുമലയാളം, പല കൂട്ടം പെരുമക്കൂട്ടം പുതുമക്കൂട്ടം. അവരെ രാക്ഷസരെ പോലെ പോലീസിന്റെ വൻ സന്നാഹ സംരക്ഷണത്തോടെ പരീക്ഷാ ഹാളിലേക്ക് നയിച്ചു. ഒരു ഹാൾ ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന ഭയത്തിനാലാണ് ഷഹബാസ് അവന്റെ ഉമ്മയുടെ കയ്യിൽ ഭദ്രമായി ഹാൾ ടിക്കറ്റ് ഏൽപ്പിച്ചത്. എന്നാൽ ഹാൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ സമ്മതിക്കുകയില്ലെങ്കിലും ഒരു മനുഷ്യനെ ചതച്ചരച്ചു കൊന്നാലും ഇവിടെ പരീക്ഷ എഴുതാം എന്ന നമ്മുടെ നിയമത്തിന് നമുക്കൊരു സല്യൂട്ട് നൽകാം. വളർന്നുകൊണ്ടിരിക്കുന്ന കൊലയും കൊല്ലുവിളിയും നമ്മുടെ നിയമത്തിന്റെ വളത്തിലാണ് വളരുന്നത് എന്ന് ബുദ്ധിയുള്ള ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ശബ്ദമുയർത്തേണ്ട സമയമായി കൂട്ടുകാരെ. തന്റെ ജീവനായി സ്നേഹിച്ച പൊന്നുമോനെ ചതച്ചു കൊന്നിട്ടും നീതി കിട്ടാതെ കരയുന്ന ആ പിതാവിന്റെ അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഒരു ചെറിയ ബൈ.